ഹലോ ഫ്രണ്ട്സ്, വെൽവിൻ റെക്കോർഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡിജിടെക്കിൻ്റെ വയർലെസ് മൈക്കാണ്. ഈ മൈക്കിൻ്റെ മോഡൽ നമ്പർ DWM102 എന്നാണ്. മാർക്കറ്റിൽ മറ്റു ബ്രാൻഡുകളുടെയും ഒക്കെയായി ഒരുപാട് മോഡലുകൾ കിട്ടാനുണ്ടെങ്കിലും അവയുടെയൊക്കെ പകുതിയിലും താഴെ വിലയാവുന്നുള്ളൂ ഈ മോഡലിന്. ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉപയോഗത്തിന് ഇത് തന്നെ ധാരാളമായി തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ബ്രാൻഡിലേക്കും ഈ ഒരു ബഡ്ജറ്റിലുള്ള ഈ മൈക്കിലേക്കും എത്തിയത്. ഇതിന് ഏകദേശം വില 6900 മുതൽ 7100 വരെയാണ് ഓൺലൈനിലും മറ്റ് ഷോപ്പുകളിലൊക്കെ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇത് വാങ്ങിയത് തിരുവല്ലയിലുള്ള ഒരു ക്യാമറ സെല്ലിംഗ് ഷോപ്പിൽ നിന്നാണ്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോയോ ഒന്നുമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്ക് നോക്കുന്നവർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. മൈക്കിനോടൊപ്പം തന്നെ ഇത് കണക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ കേബിളുകളും നൽകിയിട്ടുണ്ട്. മൊബൈൽ കണക്ട് ചെയ്യാനും ക്യാമറയുമായി കണക്ട് ചെയ്യാനും പിന്നെ ചാർജ് ചെയ്യാനായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ കേബിളുകളും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ 2 ഹെഡ്സെറ്റും ഇതോടൊപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ട്രാൻസ്മിറ്റർ. ഈ റെഡ് ബട്ടണാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ടാക്കാനും തിരിച്ച് വീണ്ടും ഓൺ ആക്കാനും സാധിക്കും. കൂടാതെ അതിൽ തന്നെയാണ് ഓഡിയോയുടെ ഗെയിൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. കാറ്റൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ വിൻഡിൻ്റെ ആ നോയ്സ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്ന ഡെഡ് ക്യാറ്റ് വിൻഡ് മഫ്ലറാണ് ഇതിന് മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വിൻഡ് മഫ്ലർ അറ്റാച്ച് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്യാനും വളരെ ഈസിയാണ്. ഇത് മാഗ്നറ്റിക് പവറുള്ള വിൻഡ് മഫ്ലർ ആയതുകൊണ്ട് തന്നെ ട്രാൻസ്മിറ്ററിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലുമ്പോൾ തന്നെ അതുമായിട്ട് അറ്റാച്ച് ആകും. അപ്പോൾ നമുക്ക് ഓഡിയോ ചെക്ക് ചെയ്യാനായിട്ട് ഹെഡ്ഫോൺ ഉണ്ട്. അതും നമുക്ക് ഈ റിസീവറെ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. ടൈപ്പ് സി ആണ് അതിൻ്റെ കണക്റ്റിംഗ് പോർട്ട്. നമ്മൾ ദൂരോട്ട് പോയി കഴിഞ്ഞാൽ ഹെഡ്ഫോണിൻ്റെ കേബിളിന് ലെങ്ത് കുറവായിട്ട് മോണിറ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ക്യാമറയുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ മോണിറ്റർ ചെയ്യാം. 2 മൈക്കിൻ്റെയും ഓഡിയോ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ക്യാമറയിലായിട്ട് ഘടിപ്പിക്കുന്ന കേബിളും ടൈപ്പ് സി ആണ്. ഹെഡ്ഫോണിൻ്റെ ജാക്കും ടൈപ്പ് സി ആണ്. അത് രണ്ടുമാണ് ഈ റിസീവറിൽ നിന്ന് വന്നിരിക്കുന്ന 2 കേബിളുകൾ. ANC എന്ന് കാണുന്ന ആദ്യത്തെ ഈ ബട്ടണാണ് നോയിസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബട്ടൺ. നടുക്ക് M എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്വിച്ചാണ് ഓൺ ഓഫ് സ്വിച്ച്. മോഡ് ചേഞ്ച് ചെയ്യാനും ഈ സ്വിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന സ്വിച്ചാണ് എക്കോ ഓൺ ഓഫ് സ്വിച്ച്. എക്കോ മോഡിൽ ഒരു റിവേർബ് സ്റ്റൈൽ ഓഡിയോ ഔട്ടാണ് കിട്ടുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ റേഞ്ച് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൻ്റെ റിസീവറും ട്രാൻസ്മിറ്ററും തമ്മിൽ എത്ര ദൂരം വരെ പോയാൽ നല്ല രീതിയിൽ ഉള്ള ഓഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ കാണുന്ന ഒരു സെവൻസിൻ്റെ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും എൻഡിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഏകദേശം ഒരു 50 മീറ്ററിലും ദൂരം കാണും ക്യാമറയും ഞാനും തമ്മിൽ. ഇപ്പോൾ അപ്പോൾ ശബ്ദം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. ഏതായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് നമുക്കൊന്ന് നോക്കാം. ഏകദേശം ഒരു 25-30 മീറ്ററോളം മുന്നോട്ട് വന്നിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓഡിയോയുടെ ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഏകദേശം ഒരു 20-25 മീറ്ററോളം ദൂരമേ ഉള്ളൂ ഞാനും ക്യാമറയും തമ്മിൽ. നോക്കാം ഓഡിയോയുടെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന്. നോയ്സ് റെഡ്യൂസ് ചെയ്യുന്നത് ഓൺ ആക്കിയിട്ടുണ്ട്. അതാണ് ANC എന്ന് കാണിച്ചിരിക്കുന്നത് മുകളിൽ നിന്ന് രണ്ടാമത്തേത്. അപ്പോൾ ഓഡിയോയുടെ ക്വാളിറ്റി നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് എഡിറ്റിങ്ങിൽ ചെക്ക് ചെയ്യാം. നോയ്സ് ഓൺ ആക്കിയ രീതിയിലും നോയ്സ് ഓഫ് ആക്കിയ രീതിയിലും. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം നോയ്സ് റെഡ്യൂസർ ഇല്ലാതെ ഉള്ള മോഡിലാണ്. അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് എഡിറ്റിങ്ങിൽ ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഓഡിയോ റെഡ്യൂസർ ഓൺ ആക്കിയിട്ട് ഓഡിയോയുടെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ഓഡിയോ റെഡ്യൂസർ ഓൺ ആക്കിയതിന് ശേഷമുള്ള ശബ്ദമാണ്. ഇവിടെ ഇപ്പോൾ അധികമായിട്ട് നോയ്സ് ഒന്നുമില്ല, എങ്കിലും അതിൻ്റെ ഓഡിയോയുടെ ക്വാളിറ്റി നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ 2 മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് താഴെ കാണുന്ന 2 മൈക്കുകൾ. 2 ട്രാൻസ്മീറ്ററും 1 റിസീവറും. അപ്പോൾ ആ 2 ട്രാൻസ്മീറ്ററും കണക്ട് ആയിട്ടുള്ളതുകൊണ്ടാണ് താഴെ 2ഉം കാണിക്കുന്നത്. 2ലും ഓഡിയോ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ മൈക്കിൻ്റെ ഓഡിയോ ലെവലൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഹലോ എന്തെങ്കിലും പറഞ്ഞാൽ ഹലോ ഹായ് ഹലോ എന്ന് പറഞ്ഞാൽ മതി. ഹലോ ഹായ്. ഓക്കെ, അത് ഒന്നാമത്തെ മൈക്കായിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ മൈക്ക്, എൻ്റെ മൈക്ക് ഞാൻ ടെസ്റ്റ് ചെയ്യാമേ. ഹലോ ഹലോ. എൻ്റെ താഴത്തെ മൈക്കാണ്, മൈക്ക് 2 ആണ്.
ബ്ലൂടൂത്ത് ഉപയോഗിച്ച് ഏതെങ്കിലും മൊബൈലുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്മിറ്ററിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്യാനും മറ്റേ ട്രാൻസ്മിറ്ററിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാനും സാധിക്കും. ഒരേ സമയം 2 ജോലിയും നടക്കുന്നതുകൊണ്ട് തന്നെ എഡിറ്റിങ്ങിനുള്ള സമയം ലാഭിക്കാൻ സാധിക്കും. 2 ട്രാൻസ്മിറ്ററുകളിലും മൈക്രോ SD കാർഡ് ഇടുവാനുള്ള സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സേഫ്റ്റിക്കായിട്ട് നമുക്ക് മൈക്രോ SD കാർഡും ഉപയോഗിക്കാവുന്നതാണ്. ഈ പ്രോഡക്റ്റിൻ്റെ ബിൽഡ് ക്വാളിറ്റി അതിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. ഒരു ഡീസൻ്റായിട്ടുള്ള ഓഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റിയും ഇതിനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉപയോഗത്തിലേക്ക് ഈ മൈക്ക് തന്നെ ധാരാളം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.